ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 25:1 മുതലുള്ള വചനങ്ങൾ. കർത്താവെ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ സ്കൂൾ കാലഘട്ടത്തില് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ആശങ്കയുണ്ടായിരുന്നു. പഠനത്തിൽ ഒത്തിരി ഐക്യു ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ മക്കൾ 7 പേരാണ്. അതിലേറ്റവും ഐക്യു കുറഞ്ഞ ഒരു വ്യക്തി ഞാനായിരുന്നു. പഠനത്തിൽ പരാജയങ്ങൾ കടന്നു വരുന്നത് കൊണ്ട് മറ്റാർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയത്. എൻ്റെ ഡാഡി എന്നെ ബോർഡിങ്ങിലാക്കിയാണ് പഠിപ്പിച്ചത്. മറ്റൊന്നും കൊണ്ടൊന്നുമല്ല, ജയിക്കാൻ വേണ്ടി മാത്രമായിട്ട്. സ്നേഹമുള്ളവരെ, അങ്ങനെ ഞാൻ 10ല് ഞാൻ സ്കൂളിൽ ബോർഡിങ്ങിൽ നിന്ന് പഠിക്കുക. അപ്പനുണ്ടാക്കുന്ന കാശൊക്കെ ഇങ്ങനെ ബോർഡിങ്ങിൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സങ്കടമുണ്ട്. എന്നാൽ തീക്ഷ്ണമായിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. പക്ഷെ പഠിക്കുന്നതൊന്നും അത്രയൊന്നും എൻ്റെ തലയിലേക്ക് കയറുകയോ വിജയം അതനുസരിച്ച് കിട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആ ഡാഡിയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 10ാം ക്ലാസ്സിൽ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈശോയോട് ഒത്തിരി പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോയെ, നീ എന്നെ ഒന്ന് സഹായിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ച് പഠിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഫലമൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അവസാനം ഒറ്റ കൈയില് ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, നീ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഞാനൊരു സിസ്റ്റർ ആയിക്കോളാം. സ്നേഹമുള്ളവരെ, ഞാൻ അങ്ങനെ ഈശോയ്ക്ക് വാക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ കഠിനമായ രീതിയിൽ നല്ല തീക്ഷ്ണമായിട്ട് രാത്രിയിലൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഇനി പ്രതീക്ഷയൊന്നുമില്ല എങ്കിലും ഞാൻ കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അവിടെ ബോർഡിങ്ങിൽ നിന്ന് കത്തീഡ്രൽ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ പരീക്ഷയൊക്കെ എഴുതി. വളരെ എന്താ പറയാ, എനിക്ക് പ്രതീക്ഷകളൊന്നുമില്ല. കാരണം അത്രമാത്രം ഒരു രീതിയിലാണ് ഞാൻ പരീക്ഷ എഴുതിയത്. എങ്കിലും ഞാൻ റിസൾട്ട് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ റിസൾട്ട് വന്ന് ഞാൻ ജയിച്ചു. പക്ഷേ ഞാൻ ദൈവവുമായിട്ടുള്ള ഈ എഗ്രിമെന്റ് എനിക്ക് എൻ്റെ ഈശോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഡാഡിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഡാഡി, എനിക്ക് മടത്തി പോകണം. മടത്തി ഒരു സിസ്റ്റർ ആകാനുള്ള ആഗ്രഹമൊന്നുമല്ല, കർത്താവായിട്ടൊരു വാക്ക് കൊടുത്തതാണ് 10ാം ക്ലാസ് ജയിച്ചാൽ ഞാൻ കന്യാസ്ത്രീ ആകാന്നുള്ളത്. സ്നേഹമുള്ളവരെ, അങ്ങനെ ഞാൻ ഡാഡിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങൾ 4 പെൺകുട്ടികൾ, തുടർന്ന് 3 ആൺകുട്ടികൾ, അങ്ങനെ 7 പേരാണ്. ആ ഡാഡിക്ക് സന്തോഷമായി. കാരണം ഒരാൾ മടത്തി പോവാണെങ്കിൽ അത്രയും ഒരു ഭാരം കുറഞ്ഞു കിട്ടൂല്ലോ. അപ്പൊ ചേച്ചിമാരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് തുടങ്ങിയിരുന്നു. അങ്ങനെ ഞാൻ സന്തോഷത്തോടെ പോവുകയാണ്. പക്ഷെ ഞാൻ മടത്തി ചെന്ന് ഇങ്ങനെ വാതിൽ മുട്ടി സിസ്റ്റർ ഇറങ്ങി വന്നു. സിസ്റ്ററോട് എന്നോട് ചെന്ന മോളെ വന്നേ. ഞാൻ പറഞ്ഞു, സിസ്റ്റർ, എനിക്ക് സിസ്റ്റർ ആകണം, ഒരു കന്യാസ്ത്രീ ആകണം. എന്നോട് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, മോളെ, അത് 2 മാസം മുമ്പേ ക്യാമ്പും കഴിഞ്ഞ് കുട്ടികളെ എടുത്തു കഴിഞ്ഞല്ലോ. ഇനി കൊച്ചു അടുത്ത വർഷം വാ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാ കേട്ടോ, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാ. ആ കാലഘട്ടത്തിൽ ആ സിസ്റ്റർ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അയ്യോ, ഈശോയായിട്ടുള്ള ഈ എഗ്രിമെന്റിന് അവിടെ ഒരു വിടവ് വന്നല്ലോ. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈശോയ്ക്ക് അത് ഭയങ്കര ദുഃഖമായി, ഭാരമായി എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. നൊമ്പരമായി എന്നൊരു വിഷമം വന്നു. ഒന്ന് കുമ്പസാരിച്ചേക്കാന്ന്. വീട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരെ പള്ളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പള്ളിയിൽ ചെന്ന് അച്ഛനടുത്ത് ചെന്ന് പറഞ്ഞു, അച്ഛൻ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അങ്ങനെ അച്ഛനടുത്ത് കുമ്പസാരത്തിന് കയറി. കുമ്പസാരത്തിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ, ഞാൻ ഇങ്ങനെ നേർച്ച നേർന്നായിരുന്നു, 10ാം ക്ലാസ് കഴിയുമ്പോൾ ഞാൻ സിസ്റ്റർ ആയേക്കാം. സ്നേഹമുള്ളവരെ, അച്ഛൻ അന്നേരം ചോദിച്ചു, എൻ്റെ പൊട്ടക്കൊച്ചെ, നീ ഇങ്ങനെയൊക്കെയാണോ നീ നേർച്ച നേരുന്നത്? കുമ്പസാരത്തിൽ ഞാൻ പറഞ്ഞു, അച്ഛൻ, എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ അച്ഛന് എനിക്ക് വിടുതൽ തരിക. കുമ്പസാരക്കൂട്ടി വെച്ച് പറയാണ്, ഈ നേർച്ച ഞാൻ എടുത്തിരിക്കുക, പകരം നിനക്ക് ഞാനൊരു പ്രായശ്ചിത്തം തരും, നീ അത് ചെയ്യണം. സ്നേഹമുള്ളവരെ, അച്ഛൻ കുമ്പസാരക്കൂട്ടി പ്രായശ്ചിത്തമൊക്കെ പറഞ്ഞു തന്ന് ഇറങ്ങി വന്നിട്ട് അച്ഛൻ എനിക്കൊരു പ്രയർ കാർഡ് തന്നു. അതാണ് ഇത്. ഇപ്പോഴും എൻ്റെ കയ്യിൽ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഞാനിത് ഇവിടെ പറയുകയാണ്, നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് വിവാഹ ജീവിതത്തിലേക്കാണ്. നീ ഇന്നു മുതൽ നല്ലൊരു അമ്മയാകാൻ നീ ഇന്നു മുതൽ പ്രാർത്ഥിച്ചു വരുന്നത്. സ്നേഹമുള്ളവരെ, അന്ന് തന്ന ഒരു പ്രാർത്ഥന കാർഡാണിത്. അമ്മയാകുന്നതിന് മുമ്പ് എന്നുള്ളതാണ് ഈ കാർഡിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ലൈംഗിക തൃഷ്ണയെ തൃപ്തിപ്പെടുത്താനുള്ള പരിശ്രമത്തിനിടയിൽ നടക്കുന്ന ആകസ്മിക സംഭവമായി അധപ്പതിക്കരുത് ഒരു ശിശുവിന്റെ ജനനം. പ്രത്യുത സ്ത്രീയുടെയും പുരുഷന്റെയും വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയുടെയും ആഴം മാറുന്ന പരിശുദ്ധ സ്നേഹത്തിന്റെയും നിറഞ്ഞ കവിയിൽ നിന്നുമായിരിക്കണം ശിശു ഉടലെടുക്കേണ്ടത്. സ്നേഹമുള്ളവരെ, അച്ഛനോട് പറഞ്ഞു, നീ ഈ കാർഡ് കുർബാന പുസ്തകത്തിൽ നീ വെക്കണം. നീ എന്നും ദേവാലയത്തിൽ പോകണം.
വിശുദ്ധ കുർബാനയെ നീ ചെന്ന് നിന്റെ ജീവിത പങ്കാളിയെ നീ ദൈവത്തിന് സമർപ്പിക്കണം. ആ പങ്കാളിക്ക് വേണ്ടി നീ ഇന്നു മുതൽ പ്രാർത്ഥിച്ചു പോകണം. സ്നേഹമുള്ളവരെ, അന്ന് എനിക്ക് 15 വയസ്സായ ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയിലാണ്. എന്ന് സമർപ്പിക്കും. എൻ്റെ ജീവിത പങ്കാളിക്ക് ഇപ്പം പ്രീ ഡിഗ്രി പഠിക്കുകയായിരിക്കും. എന്നേക്കാൾ 2.5 വയസ്സിന് മുമ്പിലോട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങനെ വർഷങ്ങൾ പ്രാർത്ഥിച്ചു. 10 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്ന് പറയുമ്പോൾ എല്ലാവരും തല കുനിച്ച് കണ്ണടച്ച് താഴോട്ട് നോക്കും, പ്രാർത്ഥിക്കും. ആ സമയത്ത് ഞാൻ എൻ്റെ കരങ്ങള് ഉദരത്തിലേക്ക് വെക്കും. എന്നിട്ട് ഈശോയോട് പ്രാർത്ഥിക്കും, എൻ്റെ ഈശോയെ, എനിക്ക് വിശുദ്ധരായ കുഞ്ഞുങ്ങളെ തരണം. ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും, ആത്മീയവും ശാരീരികവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും ഞാൻ ഈശോയോട് പറയും. ഈശോയെ, എനിക്ക് നല്ല വെളുത്ത കുഞ്ഞിനെ വേണം, നല്ല പൊക്കമുള്ള കുഞ്ഞിനെ വേണം, നല്ല പഠിക്കുന്ന കുഞ്ഞിനെ വേണം, ഒരു വൈകല്യം ഉണ്ടാകരുത്. എൻ്റെ ഈശോയെ, വിശുദ്ധരായ കുഞ്ഞുങ്ങളായിരിക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞായിരിക്കണം. ഇതെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, 10 വർഷം ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ 25-ാം വയസ്സ് എൻ്റെ കല്യാണം നടക്കുന്നത്. സ്നേഹമുള്ള, ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ അത്ഭുതം ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുകയാണ്. ഈ 10 വർഷം പ്രാർത്ഥിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കർത്താവ് എനിക്ക് ഇണങ്ങുന്ന ജീവിത പങ്കാളി. അത് ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്, എൻ്റെ ഈശോയെ, എനിക്ക് വിശുദ്ധ കുർബാന മുടങ്ങിയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ എനിക്ക് തിരഞ്ഞെടുക്കുന്ന ഭവനം ദേവാലയത്തോട് ചേർന്നുള്ളതായിരിക്കണം. അവിടെ കുരിശുമണി അടിക്കുമ്പോൾ എനിക്ക് നെറ്റിയെ കുരിശ് വരയ്ക്കാൻ പറ്റണം, അത്ര അടുത്തായിരിക്കണം. കേൾവി എനിക്ക് കേൾക്കണം, അത്ര അടുത്തായിരിക്കണം എനിക്ക് ദേവാലയം. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈശോ എനിക്ക് സാധിച്ചു തന്നു. അപ്പനും അമ്മയും ഉള്ള വീടായിരിക്കണം, മാറി താമസിക്കുന്ന ഒരു വീടായിരിക്കരുത്. എനിക്കെന്നും എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂടത്തിലായിരിക്കണം, സഹോദരങ്ങളുള്ള വീടായിരിക്കണം. പക്ഷെ ഇതെല്ലാം എനിക്ക് സാധിച്ചു തന്നു. ഒരു 3 മിനിറ്റ് കൊണ്ട് പള്ളിയിൽ പോകത്തക്ക രീതിയിലുള്ള അടുത്ത ഒരു വീട്, എല്ലാം ഇണങ്ങിയ കാര്യങ്ങൾ. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ഒരു വലിയ സ്നേഹത്തിലേക്ക് ചേർത്ത് പിടിച്ചപ്പോൾ, കർത്താവിൻ്റെ വലിയ കൃപയിലേക്ക് ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങളാണ് തമ്പുരാൻ തരുന്നത്. ഞാൻ പറയുകയാണ്, എനിക്ക് 3 മക്കളാണ്. മൂത്ത മോന് ഇപ്പോഴ് വൈദികനായിട്ട് അസിസ്റ്റന്റ് വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. 2ാമത്തെ മോന് കപ്പുച്ചൻ സഭയില് ഫിലോസഫിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മോള് അനുദിനം ഒരു കുർബാന പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാന ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്ന ഒരു 9ാം ക്ലാസ്സുകാരിയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ബലിപീഠത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് ഇച്ഛിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കണം. പ്രത്യേകിച്ച് വിവാഹാന്തത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങണം. കണ്ണിനെ മയക്കുന്ന കാഴ്ചകളോടെ അല്ല നമ്മൾ കണ്ടെത്തേണ്ടത്, പ്രാർത്ഥനയിലൂടെ വേണം നമ്മൾ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ. സ്നേഹമുള്ളവരെ, എൻ്റെ കുടുംബജീവൻ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. അഭിമാനത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദത്തോടെയാണ് നിൽക്കുന്നത്. കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ ഇനി സന്തോഷത്തോടെ പറയാൻ പറ്റും, ആ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം എന്നെ അതിനോട് ചേർത്ത് അടുപ്പിച്ച് നിർത്തുകയാണ്. ഒത്തിരി അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ബലിപീഠത്തിന്റെ കീഴിൽ നിന്ന് ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. നിസ്സാരം ഒരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞ, ഒരിക്കലും വെഡിങ് റിങ് കാണാതെ പോയി. ഒരാഴ്ചയായിട്ട് കാണുന്നില്ല. സങ്കടപ്പെട്ട് ഈശോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, ഇത് കാണാതെ പോലെ ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന്. ഒരാഴ്ച ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഒരിക്കൽ കുർബാനയുടെ സമയത്ത് ഈശോയുടെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കുക, കുഞ്ഞെ, നീ വീട്ടിൽ ചെന്നിട്ട് ആ കയ്യോറയ്ക്കകത്ത് നോക്കിക്കേ, അവിടെ മോതിരം കാണും. സ്നേഹമുള്ളവരെ, അന്ന് ഞാൻ കുർബാന കഴിഞ്ഞിട്ട് ഞാൻ ഓടിച്ചെന്ന് ഞാൻ അടുക്കളയിൽ ചെന്നിട്ട് ആ കയ്യോറ നോക്കിയപ്പം കയ്യോറയ്ക്കകത്ത് മോതിരം ഇരിക്കും. ഇതൊരു നിസ്സാര കാര്യമാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് എന്തിനും ഏതിനും ഉത്തരം വിശുദ്ധ കുർബാനയില്ല. അവനവന്റെ ചങ്ക് തുറന്ന് നമ്മളെ കാത്തിരിക്കുകയാണ്. എന്താണ്? അതുകൊണ്ടാണ് പറയുന്നത്, ദാഹാർത്തരെ വരുവിൻ. എന്തിനു വേണ്ടിയിട്ടാണ് ദാഹിക്കുന്നേ? സ്നേഹമാണോ? സൗഹൃദമാണോ? സമ്പത്താണോ? ആരോഗ്യമാണോ? എന്താ വേണ്ടത്? അവിടെ ഓടി അണയണം. അതുകൊണ്ട് വിശുദ്ധ കുർബാനയും ബലിപീഠത്തെയും നിങ്ങളുടെ ഹൃദയത്തോട് എന്ന് നിങ്ങൾ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതം. അവിടെ വിജയം ഉറപ്പാണ്. വിജയം നൽകുന്ന ആ യോദ്ധാവ് നമ്മുടെ മധ്യേയുണ്ട്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.